6 കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് അത് ചെയ്യും. സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ചെയ്യിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? മുസ്ലിയാർ ഇടി കിട്ടണ പരിപാടിയാണല്ലോ പറയുന്നത്. BP ഉണ്ട് ആരെങ്കിലും? BP ഉള്ളവരുണ്ട്? BP എന്ന് പറഞ്ഞാൽ എന്തുവാ? ഭാര്യയെ പേടിയുണ്ടാകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവിന്, ഇപ്പൊ സ്ത്രീ എന്ന് പറയുമ്പോൾ ആവശ്യം അവര് മാത്രം കേട്ടാ പോരാ, ഭർത്താവും കൂടെ കിട്ടി 2 പേരും കൂടെ ഇരുന്ന് കേൾക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മൾ അതിന്റെ കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നത്. ഖുർആനിലെ ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, നാളെ 2 പേർക്കും കൂടെ ഉള്ള കുടുംബജീവിതത്തിന്റെ ഭാഗത്തേക്ക് പോകുന്ന നാളെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ പറയണോ കുടുംബജീവിതം? ഇൻഷാ അല്ലാഹ് പറയാം. ഇന്ന് സ്ത്രീകളുടെ മാത്രം പറഞ്ഞിരിക്കാം. നാളെ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കേൾക്കണം. എല്ലാരെയും വിളിച്ചോണ്ട് വരും. ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? ഭർത്താവിന്റെ ബാധ്യത എന്താ? എന്റെ ഭാര്യ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. ഒരു ഭർത്താവ് എന്ത് ചെയ്യണം? വീട്ടിൽ പോയി അവള് നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് പിടിക്കുന്നുണ്ടോ, ദിക്ർ ചെല്ലുന്നുണ്ടോ, അവള് മക്കളെ എങ്ങനെയാണ് വളർത്തുന്നത്? ഇല്ലാതെ രാവിലെ ഇറങ്ങിപ്പോയി വൈകുന്നേരം കയറി വന്നു, വീണ്ടും പോയി കിടന്നു, പിന്നെ ഇതല്ല. ഒരു ഭർത്താവിനെ സംബന്ധിച്ചുള്ള ജോലി എന്താ? അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകണം. ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞ് നടക്കരുത്. അത്യാവശ്യം കഴിഞ്ഞാൽ അവിടെ പോകണം, വീട്ടിൽ പോകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും യുദ്ധം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സഹാബി ഒരു കുതിരയിൽ സ്പീഡിൽ അങ്ങ് പോവാണ്. മറ്റുള്ള സഹാബാക്കളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് ഒരു സഹാബി കുതിരപ്പുറത്ത് കയറി ഭയങ്കര സ്പീഡിൽ പോകുന്നു. ബാക്കിയുള്ളവരൊക്കെ പുറകിൽ വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കാറിലൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ ചില ചെറുപ്പക്കാർ ബൈക്കിൽ പോകണമില്ലേ, വെടി കൊണ്ട വെരുക് പോണമാരൊരു പോക്ക് പോണതാണ്. നമ്മളിങ്ങനെ കാറിയിരിക്കും, ഒരു പോക്കങ്ങോട്ട് പോണതാണ്. അവന്റെ പുറകിൽ അവന്റെ ആസനത്തിൽ ആരോ പടക്കം വെച്ചിട്ട് പുറകെ തീയും കൊളുത്തിക്കൊണ്ട് പറഞ്ഞമാര് ഒരു പോക്കാണ്, അവൻ നിൽക്കൂല എന്ന് പറഞ്ഞമാരി ഒരു സഹാബി, റസൂലുള്ള പോലും പുറകെ വരുന്നുള്ളൂ, ഒരു സഹാബി കുതിരപ്പുറത്ത് ഭയങ്കര സ്പീഡിൽ പോകുന്നു. അള്ളാഹുവിന്റെ റസൂൽ പുറകെ ഓടി ആ സഹാബിയുടെ തൊട്ടടുത്തെത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ജാബിർ, ജാബിറെ. ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിറെ, ഇത്ര സ്പീഡിൽ നീ എവിടേക്ക് പോവുകയാണ്? ഞങ്ങളൊക്കെ പുറകിലല്ലേ. എവിടേക്കാണ് ജാബിറെ നീ പോകുന്നത്? ആ സമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു തെല്ലു നാണത്തോടെ റസൂലുള്ളാഹിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചു നാളെ ആയുള്ളൂ, അങ്ങേക്കറിയാമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കഴിഞ്ഞല്ലോ നബിയെ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോക്കട്ടെ നബിയെ. റസൂലുള്ളാഹിയോട് ജാബിർ തന്നെ, നബി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചാളല്ലേ ആയുള്ളൂ, അപ്പൊ അത്യാവശ്യമൊക്കെ കഴിഞ്ഞല്ലോ, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, ഞാനിനി വീട്ടിൽ പോട്ടെ നബിയെ. അപ്പൊ അത്യാവശ്യം കഴിഞ്ഞ വീട്ടിൽ പോണം. ചുമ്മാ സെയ്ദ് ദുഖാനി കാജാബിടിയും വലിച്ച് ന്യായവും പറഞ്ഞ് റോട്ടിൽ നിൽക്കരുത്. മഗ്‌രിബായി, സന്ധ്യയായി, പണിയൊക്കെ കഴിഞ്ഞ് വന്നു, ഓഫീസ് വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇതിലേക്ക് ഇറങ്ങി നടക്കാൻ. നേരെ സന്ധ്യ ആകുമ്പോ എവിടെ പോകണം? സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ പോകണം, മഗ്‌രിബാകുമ്പോൾ വീട്ടിൽ എത്തണം. പെണ്ണുങ്ങളൊക്കെ മുസ്ലിയാരെ വാത് പറയിപ്പിച്ച് 2 സീരിയൽ കാണാൻ അത് സമ്മതിക്കൂല. അങ്ങേര് 6 മണിക്ക് വീട്ടിൽ കയറി വന്നതിനിപ്പോ അത് കാണാൻ പറ്റൂ? സന്ധ്യയാകുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞാൽ ഒരു ഭർത്താവ് വീട്ടിലെത്തണം. എന്നിട്ട് തന്റെ ഭാര്യ മഗ്‌രിബ് നിസ്കരിച്ചോ, വീട്ടിൽ മക്കള് ഖുർആൻ ഓതുന്നോ, ഇതൊക്കെ ശ്രദ്ധിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബം നന്നാവില്ല. കേരള വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 85% വീടുകളിലും ദാമ്പത്യ ബന്ധം തകർച്ചയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ 100 വീടുണ്ടെങ്കിൽ 15 വീട്ടിലെ സമാധാനമുള്ളൂ, 85 വീട്ടിലും പ്രശ്നമാണ്. പിന്നെ ചിലതൊക്കെ വെളിയിലറിയും, ചിലതൊക്കെ വെളിയിലറിയാതെ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കും. അവസാനം എവിടെയെങ്കിലും പോയി എത്തും. ഇതാണ് അവസ്ഥ. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ആ ബന്ധങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് ഞാൻ ഈ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഇന്ന് ചെന്ന് പറയണം, കേൾപ്പിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എനിക്കൊരു വലിയ ആത്മവിശ്വാസം തോന്നല്ല. ഈ കണ്ടുകുഴിയ അല്ലേ? കണ്ടുകുഴി. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാർ. അപ്പൊ അള്ളാഹ് ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല, അള്ളാഹ് ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം. അപ്പൊ അള്ളാഹു സ്ത്രീകളോട് ഏതൊക്കെ കാര്യമാ ചെയ്യരുതെന്ന് പറഞ്ഞത്? എന്തൊക്കെയാ ചെയ്യരുതെന്ന് പറഞ്ഞത്? കേട്ടോളി, സൂറത്തുൽ അഹ്സാബ് അല്ലാഹു പറയുകയാണ്, യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ,
ഇനി തഖൈതുന്ന ഫലാ തഖ്ലൈന ബിൽ ഖൗൽ ഫയത്മഉ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വകുല്ല ഖൗലൻ മഅറൂഫാ. അല്ലാഹ് പറയുകയാണ്, ഓ നിസാകളെ, ഓ സ്ത്രീകളെ, ഇനി തഖൈതുന്ന, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ, അള്ളാന്റെ കത്തിജ്വലിക്കുന്ന നരകം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, നാളെ അള്ളാനെ പേടിച്ച് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ, ഒന്നാമതായിട്ട് സ്ത്രീകളോട് അല്ലാഹ് പറയുകയാണ്, ഫലാ തഖ്ലൈന ബിൽ ഖൗൽ, നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുതേ, അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുതേ. അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമത് പറയുന്നു, അന്യപുരുഷനോട് നീ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. ഒന്നാമത്തേതാണ് സംസാരത്തിൽ മിതത്വം പാലിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. ഫലാ തഖ്ലഇന ബിൽ ഖൗൽ, അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. എന്തേ ഖുർആൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു? നിങ്ങൾ അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടില്ല. കാരണം എന്താ? എല്ലാത്തിന്റെയും തുടക്കം സംസാരമാണ്, അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? സംസാരമാണ്. ഒരു മിസ് കോൾ വന്നു, തിരിച്ചു വിളിച്ചു, സംസാരിച്ചു, അടുത്തു. അതിലൂടെയാണല്ലോ ബന്ധങ്ങൾ പെരുകുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയാവോ? സംസാരം ഉണ്ടാവാൻ പാടില്ല. വ്യഭിചാരമൊക്കെ പിന്നേണ്ടാണ്, ആദ്യ സംസാരമാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മളൊരു മാനസികമായ വശം മനസ്സിലാക്കിയാല് വെറുതെ നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞ് വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യം ഉണ്ടാവരുതെന്നാണ് എന്റെ അർത്ഥം. ആ സാഹചര്യം ഉണ്ടാവരുത്. സ്വർഗ്ഗം നഷ്ടമാകുന്ന ഒന്നും നീ ചെയ്യാൻ പാടില്ല. ഇല്ല, നമ്മള് നല്ല കരിമീൻ പൊരിച്ചു കൊണ്ടുവന്നേ കണ്ടം പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ച്, നല്ല കരിമീൻ പൊരിച്ച് കണ്ടം പൂച്ചയുടെ മുമ്പിൽ കൊണ്ട് വെച്ച്, അള്ളാഹുവിന്റെ മുത്ത് റസൂലാണ്, നീ തിന്നല്ലേ എന്ന് പറഞ്ഞാൽ പൂച്ച തിന്നായിരിക്കോ? അള്ളാഹുടെ സത്യം, പൂച്ച നീ ഇത് തിന്നല്ലേ, കരിമീനായിരിക്കണവൻ അവന്റെ മുമ്പിൽ വായി കൊണ്ട് വെച്ചിട്ട് അള്ളാഹുടെ തിന്നല്ലേ എന്ന് പറഞ്ഞാൽ പൂച്ച തിന്നായിരിക്കോ? ഇല്ല. അതുകൊണ്ട് ഖുർആൻ ഇവിടെ എടുത്ത സമീപനം എന്താ? ആ അവസരം ഇല്ലാതാക്കുക. പണ്ട് എസ് എ ജമീലിന്റെ ഒരു പാട്ടില്ലേ, ദുബായ് കത്തുപാട്ട്, എസ് എ ജമീലിന്റെ. പണ്ട് ദുബൈയിൽ നിന്നവർക്കൊക്കെ അറിയാവില്ല, നേരത്തെ ദുബൈയിൽ നിന്നവർക്കൊക്കെ അറിയാം ദുബൈ കത്തുപാട്ട്. അറിയില്ല അഷ്റഫ് സാഹിബ്? പണ്ട് നേരത്തെ ഗൾഫിൽ നിന്നവർക്കൊക്കെ അറിയാം. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല, കുറച്ചുകൂടിയൊക്കെ ഏജ് ആയ ആളുകൾക്ക് അറിയാം. പണ്ട് ഈ ടെലിഫോണൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ദുബൈയിലോട്ട് കത്തുപാട്ട്. എനിക്ക് പാട്ടുപാടാൻ അറിഞ്ഞൂടെ? ഉഷാദ് മൂലയാണ് പാട്ട് പാടിയത്, എനിക്കത് അറിഞ്ഞുകൂടാ. എന്തായാലും ആവട്ടെ. അപ്പൊ എസ് എ ജമീലിന് ഒരു ഭാര്യ ദുബൈയിലിരിക്കുന്ന ഭർത്താവിന് എഴുതുന്ന ഒരു കത്തുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ കൂടെ പോയവരൊക്കെ തിരിച്ചു വന്നു, നിങ്ങൾ മാത്രം തിരിച്ചു വരാത്ത എന്താ? ഞാൻ ഇവിടെ ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാനൊരു പെണ്ണാണ്, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല, ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം ഓർക്കണമെന്നൊക്കെ ഒരു പാട്ടുണ്ടല്ലേ. അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്, അവസരമാണ് ആവശ്യത്തിന്റെ മാതാവ്. അവസരം ഉണ്ടാകുമ്പോഴാണ് ആവശ്യങ്ങൾ ഉണ്ടാകുന്നത്. അവസരം ഉണ്ടാക്കാൻ പാടില്ല. ഇത് മാനസികമായ സമീപനമാണ്, അല്ലാതെ ഖുർആൻ വെറുതെ തത്വം പറയലല്ല. മനുഷ്യനെ പ്രായോഗികവൽക്കരണത്തിലേക്ക് കാണിച്ചു തടന്നു. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ആദ്യമായി സംസാരത്തിലൂടെയാണ് അവിഹിതമായ ബന്ധങ്ങളുടെ തുടക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് നീ അന്യപുരുഷനോട് പെണ്ണെ കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കാൻ പാടുള്ളതല്ല. അതെന്തുകൊണ്ടായി അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കരുതെന്ന് പറയുന്നത്? പെണ്ണുങ്ങൾ മോശമായതുകൊണ്ടല്ല, ഇരിക്കണ സ്ത്രീകൾ മോശമായിട്ടില്ല. നിങ്ങളൊക്കെ വളരെ നല്ല ആളുകളാ, പള്ളി പെയിന്റ് അടിക്കാൻ 5 സ്വർണം തരണേ. അതുകൊണ്ട് നിങ്ങൾ നല്ല ആളുകളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കരുതെന്ന് പറയുന്നത്? ഈ ഇരിക്കണ പുരുഷന്മാര് ശരിയല്ല, നിങ്ങളോട് സംസാരിക്കണ പുരുഷന്മാര് ശരിയല്ല. നിങ്ങൾ നല്ല ആളുകളാണ്. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറയുന്നത് കേൾക്കുക. ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറദുൻ വകുൽന ഖൗലൻ മഅറൂഫാ
ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി, ഓ പെണ്ണെ, നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു വരുന്ന പുരുഷനുണ്ടല്ലോ, അവൻ ചിലപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ളവനായേക്കാം, അവനൊരു ഞരമ്പ് രോഗിയായേക്കാം. സ്ത്രീയുടെ സ്വരവും ഒരു സ്ത്രൈണതയുടെ സ്വരമാണ്. അവളുടെ സ്വരത്തിന് ലാസ്യഭാവങ്ങളുണ്ട്. ഒരു സ്ത്രീയുടെ സ്വരം പുരുഷന്റെ മധുരമായ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പുരുഷൻ നിന്നെ ആഗ്രഹിച്ചു വരുന്നവൻ മൃദുലമായ വികാരമുള്ളവനാണ്. അവനോട് നീ സംസാരിക്കരുതേ. അള്ളാഹ് പറഞ്ഞു ഫയത്മഉല്ലദീ ഫീ ഖൽബി, സംസാരിക്കാൻ വന്ന പുരുഷൻ ഞരമ്പ് രോഗിയായേക്കാം. ഞാൻ പറയണല്ല കേട്ടോ, ഖുർആന്റെ അർത്ഥമാണ്. ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിലുണ്ട് മറലുൻ. എന്തോന്നാ ഇസ്ലാമി അർത്ഥം? രോഗം ഉണ്ട് അല്ലെ? ആ രോഗമാണ് ഞരമ്പ് രോഗം. അവനോട് സംസാരിക്കരുത്. ആ സംസാരം പോലും ആരെയും വീഴ്ത്തും. എന്റെ സഹോദരങ്ങൾ, ഒന്നും വേണ്ട. നെടുമങ്ങാട് വെഞ്ഞാറമൂട് പനയമുട്ടത്ത് ഹർഷകുമാറും റജീല ബീവിയും തമ്മിലുള്ള ബന്ധം ഉണ്ടായത് എങ്ങനെയാണ്? റജീല ബീവിയുടെ ജേഷ്ഠത്തി ഒരു ദിവസം മൊബൈൽ ഫോണിൽ വിളിക്കാൻ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത് താമസിക്കുന്ന ജീപ്പ് ഡ്രൈവറായ ഹർഷകുമാറിന്റെ മൊബൈലിൽ നിന്ന് റജീല ബീവിയെ വിളിച്ചതിന് ശേഷം ഹർഷകുമാർ ആ ഫോണിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ അകലാൻ കഴിയാത്ത ബന്ധമായി. ആര്? 28 വയസ്സുകാരനും 40 വയസ്സുകാരിയും തമ്മിൽ. തുടക്കം എവിടെയാ? സംസാരത്തിലാണ്. ഖുർആൻ പടിതടച്ചു പാടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ ശബ്ദ ശ്രവിക്കുന്നുണ്ട്. പക്ഷെ അവനപ്പൊ എന്ത് ചെയ്യും? ഒരു അന്യപുരുഷൻ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ കടയിൽ പോയി സംസാരിക്കണ്ടേ? വീട്ടില് പോസ്റ്റ്മാൻ വന്നു, നിങ്ങൾക്കൊരു കത്തുണ്ടെന്ന് തോന്നും എന്ന് പറയാൻ പറ്റുമോ? ഒരു അന്യപുരുഷനോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്ന ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് പോയി, പ്രഷർ വന്നു, ഡോക്ടറുടെ അടുത്ത് പോയി, ഡോക്ടർ ആ കുപ്പായത്തിന്റെ കൈയൊന്ന് എന്ന് പറഞ്ഞ് 1:30 ദൂരദർശനി വാർത്ത വായിക്കണോ പറയാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ ഒരാളോട് സംസാരിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ പലരോട് സംസാരിക്കണം. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണം? അത് തന്നെ അള്ളാഹ് തന്നെ പറഞ്ഞു തരട്ടെ. അള്ളാഹു തന്നെ പറയുകയാണ്, നിനക്ക് സംസാരിക്കേണ്ടി വന്നോ, വഖുൽന ഖൗലൻ മഅറൂഫാ, വഖുൽന ഖൗലൻ മഅറൂഫാ. തറവാട്ടിൽ പിറന്ന പെണ്ണിനെ പോലെ, അഭിമാനമുള്ള പെണ്ണിനെ പോലെ, ലജ്ജയുള്ള പെണ്ണിനെ പോലെ, കുടുംബത്തിൽ പിറന്ന പെണ്ണിനെ പോലെ മാന്യമായിട്ട് നീ സംസാരിക്കണേ. മാന്യമായിട്ട് സംസാരിച്ച് കാര്യം പറഞ്ഞ് മാറിപ്പോയിക്കൊള്ളുക. അള്ളാഹ് പറഞ്ഞ നീ ഊമയൊന്നും ആവണ്ട. സംസാരിച്ചപ്പോ കുൽന ഖൗലൻ മഅറൂഫ, മാന്യമായ രീതിയിൽ സംസാരിച്ചോളി. ഒരാൾ വന്ന് സംസാരിക്കേണ്ടി വന്നു, മാന്യമായിട്ടൊരു ശൈലിയില്ലേ? ഇപ്പൊ ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നു, കോളിംഗ് ബെൽ അടിച്ചു, താത്ത വന്ന് വാതിൽ തുറന്നു. ഭർത്താവില്ല, അവള് മാത്രമേ വീട്ടിലുള്ളൂ. ഭർത്താവ് വന്നിട്ട് കൂട്ടുകാരൻ ചോദിച്ചു, പിന്നെ ഭർത്താവ് ഇവിടെ ഉണ്ടാന്ന് ചോദിച്ചാലേ ഒരു 82 ഡിഗ്രി കിഴക്കോട്ട് തിരിഞ്ഞിട്ട് ആ വാതുപ്പടിയിലോട്ട് ചാരി അങ്ങ് വന്ന് വളയും കൊലുസും ഒക്കെ കയ്യിൽ കാണിച്ചിട്ട്, ഭർത്താവ് ഇവിടെ ഇല്ല, രാവിലെ പോത്തങ്കോട് പോണെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്, എപ്പം വരുമെന്ന് പറയാൻ പറ്റൂല, വരണ്ട സമയം കഴിഞ്ഞു, സാധാരണ ഈ സമയത്തൊക്കെ തിരിച്ചു വരണ, പക്ഷെ ഇതവരെ കണ്ടില്ല, എന്താന്ന് അറിഞ്ഞൂടാ. ഒരു കാര്യം ചെയ്യും, സെൽ നമ്പർ തരാം, നിങ്ങളൊന്ന് വിളിച്ചു നോക്കി, 9447453660. ഇത്രയും പറയാൻ നിൽക്കണ്ട. അവൻ ചോദിച്ചത് ഭർത്താവ് ഉണ്ടോന്നാണ്, നീ പറഞ്ഞതോ? അവൻ ആകെ ചോദിച്ചെന്താ, ഭർത്താവ് ഇവിടെ ഉണ്ടാന്നാണ് അവൻ ചോദിച്ചത്. ഇല്ല എന്ന് പറഞ്ഞാൽ അതോടെ തീരൂലായിരുന്നു. പിന്നെ നീ 944 പറയാൻ പറഞ്ഞ an idea can change your life തന്നെ. an idea can change your life. ഒരു ഐഡിയയുടെ കണക്ഷൻ എടുത്താൽ നിന്റെ ജീവിതമേ ചേഞ്ച് ആകും. അത് പണ്ട് ഐഡിയക്ക് ഒരു പരസ്യം ഉണ്ടായിരുന്നു, റെയിലേ പോയാലും പട്ടി ഓടും എന്ന് പറഞ്ഞ മാതിരി അത് തന്നെ പരസ്യം. മൊബൈൽ ഒരു കണക്ഷൻ ഉണ്ട്, നീ പോണ വഴിയെ ചെറുക്കനോടും. എല്ലാ പരസ്യവും ശരിയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞ പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചരണമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മാന്യമായി സംസാരിക്കുക. കുടുംബത്തിൽ പിറന്നവളെ പോലെ ആടിയും കുടഞ്ഞും കൊഞ്ചിയുമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത്, എത്രയോ കുടുംബ ബന്ധങ്ങളാണ് തകർന്നു പോയത്. മൊബൈൽ എന്ന് പറഞ്ഞാൽ പണ്ട് മദ്യത്തെ പോലെ ഖുർആൻ പറഞ്ഞതുപോലെയാ. മദ്യത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാ, ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. ധാരാളം പ്രയോജനമുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഉപദ്രവമുണ്ടെന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ വന്നപ്പോ ധാരാളം ഉപകാരമുണ്ട്, അതിനേക്കാൾ വലിയ ഉപദ്രവമുണ്ട്. പാവപ്പെട്ട പ്രവാസി മലയാളി ഗൾഫിൽ പോയിട്ട് ചുട്ടുപിടുത്തം
പ്രേമലാലിനത്തിൽ കട്ടപ്പെട്ടിട്ട് 5 വർഷം കഴിയുമ്പോ ഭാര്യയും മക്കളുമായി കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ വരുമ്പോ എത്രയോ 2 അകത്ത് പോയി 1 വെളിയിൽ വന്നു. വെറുതെ അല്ലേ, ഏതോ പെണ്ണുങ്ങൾ പ്രാവിയിട്ടുണ്ട്, ഇത് ഇയാളുടെ നാക്കൊന്ന് പിടിച്ച് അവിടുത്തെ അല്ല. ഇതിങ്ങനെ വരും. എത്രയോട് പ്രസംഗിച്ചിരിക്കണം. വല്ല വിട്ടിലും അകത്ത് പോയെങ്കിൽ നാളെ പോലെ ചാടി ചാടി അടക്കും ഞാൻ. അതുകൊണ്ട് കുഴപ്പമില്ല. ഏതോ സ്ത്രീകൾ ബദരീങ്ങളുടെ പേര് യാസീനോ, ഇങ്ങേരെ ഒന്ന് നിർത്തിയാൽ മതിയായിരുന്നു പടച്ചോൻ. ഇനി ഇതെല്ലാം കേട്ടിട്ട് അങ്ങേര് നാളെ വിളിക്കാതിരുന്ന എന്ത് ചെയ്യും? എന്നും വിളിക്കണ ആളെ എന്നും വിളിക്കുന്ന ആൾ ഇതൊക്കെ വാദം കേട്ടിട്ട് അവനെങ്ങാനും തൗബ ചെയ്തിട്ട് നാളെ പോലെ വിളിക്കാതിരുന്നാ പോവില്ല. ആരോ ബദരീങ്ങളുടെ പേര് യാസീനോ. ഏതായാലും സഹോദരങ്ങള്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പോലെ എത്രയോ കുടുംബങ്ങളാണ് വഴിയാധാരമായത്. വല്ലാത്ത കഷ്ടമാണ്, കണ്ടു നിൽക്കാൻ കരയുകയാണ്. സഹോദരങ്ങളെ, എത്രയോ ഘട്ടമാണ്. ഒരൊറ്റ മൊബൈൽ ഫോണിൽ വിളിച്ചതിന്റെ കാരണത്താലാണ് വെഞ്ഞാറമൂട് ഷാജഹാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോ കണ്ടത് പൊന്നുമോളുടെ മൃതദേഹമാണ്. പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഭാര്യയാണ്. എത്രയോ കുടുംബങ്ങളാണ് തകർച്ചയുടെ വക്കീലെത്തി നിൽക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ, പെങ്ങളെ, നീ ജീവിക്കുന്നത് മനുഷ്യരുടെ ലോകത്തല്ല, പിശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി മാറുകയാണ്. നിന്റെ നേരെ കടുക കണ്ണുകളുമായി ആളുകൾ കൊത്തിവലിക്കുകയാണ്. അവിടെ പെങ്ങളെ ഈമാൻ വേണേ. അല്ലാഹു പറയുന്നു, ഇനി തഖയ്തുന്ന, നിനക്ക് തഖ്വയുണ്ടെങ്കിൽ നീ നിന്റെ സംസാരത്തിലും മിതത്വം പാലിക്കണേ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വീണ്ടും തുടരുന്നു. അള്ളാഹുവിന്റെ ഖുർആൻ രണ്ടാമതായിട്ട് പറയുന്നത് എന്താ? സൂറത്തുൽ അഹ്സാബ്, വഖർന ഫീ ബുയൂതികുന്ന, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. 2 അത്യാവശ്യത്തിനെ സംസാരിക്കാവൂ. 1 അവസാനം എന്ത് നഷ്ടപ്പെട്ടു? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മൊബൈൽ ഫോണിൽ വന്നേക്കാം, നിന്റെ കൂടെ ധാരാളം പുരുഷന്മാർ വന്നേക്കാം, ലോകം അതാണ്. പക്ഷെ നിനക്ക് നഷ്ടപ്പെടുന്നതോ? വെഞ്ഞാറമൂട് റജുലാ ബീവി കാമുകനുമായി രാസലീലകൾ ആടാൻ വേണ്ടി കണ്ടുനിന്ന മകളെ പോലും ജനൽ കമ്പിയിൽ കെട്ടിത്തൂക്കി കൊന്നുകളഞ്ഞു. സ്വന്തം ഭർത്താവിനെ പോലും വഞ്ചിച്ചു കളഞ്ഞു. അവസാനം എന്തു പറ്റി? കാമുകൻ ആത്മഹത്യ ചെയ്തു, ഭർത്താവ് ഉപേക്ഷിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു, മകള് മരിച്ചും പോയി. എന്തായി? പണ്ട് ഉത്സവപ്പറമ്പിൽ മുച്ചീട്ട് കളിക്കുമ്പോ മറ്റേ പകിട കളിക്കുമ്പോ ആളുകൾ വിളിച്ചു പറയും, വെയ് രാജാവേ, 1 വെച്ചാ 2, 2 വെച്ചാ 10, പാലി അടിച്ചാ കമ്പനിക്ക്, പോലീസ് പിടിച്ചാ പെടലിക്ക് എന്ന് പറഞ്ഞ മാതിരി എല്ലാം നഷ്ടപ്പെട്ടു. ഭർത്താവില്ല, കാമുകനില്ല, മകളില്ല, സർവ്വതും നഷ്ടപ്പെട്ടു പോയി. ആ മനുഷ്യ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ ഇനി അവരുടെ ജീവിതം എന്താണ്? 1 നിമിഷം പിഴച്ചു പോയപ്പോ, ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണെന്ന് പറഞ്ഞാൽ സ്ഫടികം പോലെയാണ്, താഴെ വീണ് ചിതറിത്തെറിച്ചാൽ. ഇത് കേട്ടപ്പോ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വിഷയം സംഘാടകർ ചോദിച്ചപ്പോൾ ഖുർആനിലെ സ്ത്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിനക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു. നിന്റെ ദുനിയാവ് ഉണ്ടാവില്ല, എന്റെ ആഖിറം ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കീൻ. ഇവിടെ അള്ളാഹ് പറഞ്ഞിട്ട് പറയും, ഇനി തഖയ്തുന്ന, നിങ്ങൾക്ക് അള്ളാനെ പേടിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് ഇത് പറയുന്നു. രണ്ടാമത് എന്ത് ചെയ്യണം? വഖർന ഫീ ബുയൂതികുന്ന, നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. സ്ത്രീക്ക് അവളുടേതായ മതിൽക്കെട്ടുകളുണ്ട്. ആ മതിൽക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് നിന്റെ ഭാര്യയെ ചാടിച്ച് നീ പഠിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ശരി, ഇഷ്ടപ്പെട്ടില്ലേ. ഭാര്യ എന്ന് പറഞ്ഞാൽ പെണ്ണ് പോകേണ്ടടുത്ത് പെണ്ണ് പോകണം, ആണ് പോകേണ്ടടുത്ത് ആണ് പോകണം. കല്യാണം നടക്കുന്ന ആഡിറ്റോറിയത്തിൽ ഏറ്റവും കൂടുതൽ ആണാണോ പെണ്ണാണോ? ആര്? പെണ്ണ്. രാവിലെ പറയും, ഇന്നത്തെ കല്യാണത്തിന് വേണ്ടേ, എനിക്ക് സമയം 200 രൂപ നീയും കൊടുത്തിട്ട് നീയും പോവും. എന്നിട്ട് നീ എവിടെ പോവും? ഭാര്യയുടെ കയ്യിൽ 200 രൂപയും കൊടുത്തിട്ട് കല്യാണ വീട്ടിൽ എഴുന്നള്ളിക്കാനുള്ളതാണോ? കല്യാണത്തിന് പോകേണ്ടത് നീയല്ലേ? ചെയ്യേണ്ടതുപോലെ ചെയ്ത് പഠിപ്പിക്കേണ്ടത്, കുടുംബത്തിന്റെ ബാലൻസ് തെറ്റാതെ നിർത്തേണ്ടത് പുരുഷനല്ലേ? എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ പറഞ്ഞു വിട്ടത്? എന്തിനാണ് അല്ലാത്തടുത്ത് പെണ്ണിനെ ഇറക്കി വിട്ടത്? പലചരക്ക് കടയിലെ സാധനം വാങ്ങിക്കാൻ കഴിവത് നീയല്ലേ പോകേണ്ടത്? അതല്ലെങ്കിൽ മുതിർന്ന ആൺമക്കളല്ലേ പോകേണ്ടത്?
എല്ലാത്തിനും നീ കറങ്ങി നടക്കാൻ വേണ്ടി സമയം കാണുകയും ബാക്കിയുള്ള കാര്യം മുഴുവനും ഭാര്യമേൽപ്പിക്കുകയും ചെയ്യുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു പാടില്ല. വകർന ഫീ ബുയൂതികുന്ന, ഓ പെണ്ണേ നീ നിന്റെ വീടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണേ. ഇനി ഭർത്താവിന്റെ സ്ഥലത്ത് ഒരു പെണ്ണിന് പോകേണ്ടി വന്നു, പഞ്ചായത്ത് ഓഫീസിൽ പോണം, വില്ലേജ് ഓഫീസിൽ പോണം, കറണ്ട് ചാർജ് അടയ്ക്കാൻ പോണം, പലചരക്ക് പോണം, പച്ചക്കറി മേടിക്കാൻ പോണം, ഇതെല്ലാത്തിനും പോണം. പോയിക്കൊള്ളുക. പക്ഷെ എങ്ങനെ പോകണം? എങ്ങനെ പോകണം? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അയ്യും അംറഅത്തിൻ ഇസ്തഅതറത് തുമ്മ ഖറജത് മിൻ ബൈതിഹാ ഫമറത് അലാ ഖൗമിൻ ലിയജിദൂ റിഹാ ഫഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യും അംറഅത്തിൻ ഇസ്തഅതറത്, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് അയച്ചു കൊടുത്ത പെർഫ്യൂം ഒന്നെന്റെ ശരീരത്തിലേക്ക് വാരിപ്പൂശി, എന്നിട്ട് അവൾ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് അവൾ ഇറങ്ങി വീട്ടിൽ നിന്ന് വെളിയിലോട്ട് നടങ്ങി. എങ്ങോട്ടാണ്? ഫമറത്ത് അലാ ഖൗമിൻ ലിയജിദൂ റിഹാ, കണ്ടുകുടിയിൽ നിന്ന് നാവറമ്പലത്തോട്ട് പോകുന്ന ഈ റോഡിലൂടെ ആ പെണ്ണ് നടന്നു പോവുകയാ. ശരീരത്തിൽ വല്ലാത്ത പെർഫ്യൂമിന്റെ സുഗന്ധം ആഞ്ചു പൂശുന്നുണ്ട്. അട്രാക്ഷനുള്ള കളറുള്ള സാരി ചുറ്റിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, എന്തിനാണ് അവള് പെർഫ്യൂം അടച്ചതെന്നറിയുമോ? ലിയജിദൂ റിഹാ, കടത്തിണ്ണയിലിരിക്കുന്ന ചെറുപ്പക്കാര് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോടെ ഒരു പെണ്ണെങ്ങാനും പെർഫ്യൂം അടിച്ചാ സാരി വാരി ചുറ്റുമ്പോ അതിന്റെ കളറ് കാണുമ്പോ ചെറുപ്പക്കാര് കണ്ടിട്ട് തന്നെ ഒന്ന് നോക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു വസ്ത്രം എങ്ങാനും ഒരു പെണ്ണെടുത്തുടുത്താല്, പെങ്ങള് കല്യാണത്തിന് വേണ്ടി പോകുമ്പോ ആ സമയത്ത് സാരി ചുറ്റുമ്പോ ചുരിദാർ ഇടുമ്പോ ഏതെങ്കിലും ചെറുപ്പക്കാര് കാണട്ടെ എന്ന് പറഞ്ഞ് നിന്റെ വസ്ത്രം ഒരു ഭാഗത്ത് നിന്ന് മാറ്റിവെച്ചാൽ അവര് കാണട്ടെ എന്ന് പറഞ്ഞ് നീ അത് ധരിച്ചുകൊണ്ട് അവര് കാണാൻ വേണ്ടി റോഡിലൂടെ ആകർഷകമായി നടന്നു പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവള് വ്യഭിചാരിയാണെന്നല്ല, അവള് വ്യഭിചരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരനെ ക്ഷണിച്ചവളാണ്. അവള് വ്യഭിചാരന്റെ ചെറുപ്പക്കാരന്റെ വികാരങ്ങളെ ഇളക്കി വിട്ടവളാണ്. വസ്ത്രധാരണത്തിലൂടെ മാദകമായ ഗന്ധത്തിലൂടെ അങ്ങനെ എങ്ങാനും ഇറങ്ങി നടന്ന വ്യഭിചരിക്കേണ്ട പെങ്ങള് വഹിയ സാനിയാ വഹിയ സാനിയാ വഹിയ സാനിയാ, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചരിക്കാൻ ക്ഷണിച്ചവളാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭാഷ കടുത്തു പോയാലും ക്ഷമിക്കണം, പറയാതിരിക്കാൻ തരവില്ല. റസൂലുള്ള 3 പ്രാവശ്യം വന്ന് വഹിയ സാനിയ വഹിയ സാനിയ വഹിയ സാനിയ, അവള് സാനിയ മിർസാണെന്നല്ല, വഹിയ സാനിയ, അവള് വ്യഭിചാരിയാണ്, അവള് വ്യഭിചാരിയാണ്. വ്യഭിചരിക്കണ്ട. വസ്ത്രമെടുത്തുടുക്കുമ്പോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യൂലേ, ഇത് ചെറുപ്പക്കാര് കാണട്ടെ. റോഡിൽ കൂടെ ഇറങ്ങി പോകുമ്പോ ഈ കണ്ടുകൂടിന്ന് വാവറമ്പലത്തോട്ട് പോണ വഴിയിൽ റോഡ് സൈഡിൽ ഇരിക്കണ ഈ കടത്തിണ്ണയിരിക്കണ ചെറുപ്പക്കാരില്ലേ, LMV എന്ന് പറഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ല, ലോകമഹാവാളികള്. LMV ചെറുപ്പക്കാരിരിക്കുന്ന റോഡ് സൈഡിൽ അവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി സുഗന്ധം അടിച്ചുകൊണ്ട് പോയാ എന്റെ ജീവിത പെണ്ണിന് സുഖം പൂശാൻ പറ്റുന്നത് 2 നേരത്താ. എപ്പോഴൊക്കെയാ അത്? ഒരു പെണ്ണ് 2 നേരത്തിലേ സുഗന്ധം പൂശാവൂ. ഒന്ന്, ഒരു പെണ്ണ് ഏറ്റവും നന്നായിട്ട് പൗഡറിട്ട് കണ്ണെഴുതി, വാലിട്ട് കണ്ണെഴുതി, പിന്നെ കവളത്തൊടുക്കത്തെ കുത്തി പൗഡർ വിട്ട് നല്ല വസ്ത്രവും എടുത്തിട്ട് അവള് നിൽക്കേണ്ടത് ആരുടെ മുമ്പിലാ? സ്വന്തം ഭർത്താവിന്റെ മുമ്പിലാണ്. ഒരു പെണ്ണിന് 2 സമയത്തെ പെർഫ്യൂം പൂശാവൂ. ഒന്ന് ഭർത്താവിന്റെ മുമ്പില് നന്നായിട്ട് വസ്ത്രമെടുത്ത് അവളുടെ സൗന്ദര്യം മുഴുവനും അവൾ പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. നിൽക്കുവോ ഭർത്താവിന്റെ മുമ്പില്? ഉച്ചയ്ക്ക് കടയിരുന്ന് ഭയങ്കര ചൂട്, ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. ഭാര്യയെ വിളിച്ചിട്ട് വന്ന് പിന്നെ ഞാൻ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കോളിംഗ് ബെല്ല് അടിച്ചാൽ വന്നിരിക്കും. ആ രാവിലത്തെ മത്തി ചൂരെല്ലാം കൂടെ അതിന്റെ ചെതുമ്പലെല്ലാം കൂടെ ഈ സൈഡിൽ കറുത്ത് ഇവിടെ ഇരിപ്പുണ്ടായി മാക്സിയിൽ. അവിടെ കുറച്ച് മുഖത്തും കുറച്ച് കയ്യിലും ഒരു വെണ്ടയ്ക്ക ഒരു മുരിങ്ങക്കയും വെച്ച് കയ്യിലൊരു കത്തിയൊക്കെ വെച്ച് നിങ്ങൾ വന്ന പോയില്ലേ? ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് അവസ്ഥ എന്താ? അങ്ങനെ ചെതുമ്പലും പിടിച്ചിരിക്കും. ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റൂ. എല്ലാം കഴിഞ്ഞ് പാവപ്പെട്ടവന് വരുന്നു. 5 മണിയാകുമ്പോൾ അവൻ ഇറങ്ങി വീണ്ടും അവൻ പോയിട്ട് ഏതായാലും പോയി കണ്ടുകൂടി പോയി മർഹബാസ് ചോദിച്ച് പോയി സോഡാറിങ്ങുള്ള കുടിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകും. അവൻ വെളിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ പോയി നന്നായിട്ട് കുളിച്ച്
മാക്സിയൊക്കെ എടുത്തിട്ട് പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് കുളിച്ചൊരുങ്ങി അയലോക്കത്ത് പോയിട്ടൊരു 40 നോട്ടീസിന്റെ വിത്തനയും പറഞ്ഞ് 7 മണിയാകുമ്പോൾ വീട്ടിൽ കയറിയിരുന്ന് പൈപ്പ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ പൈപ്പിൽ പോയി ഒതുവൊക്കെ എടുത്ത് നേരെ വന്ന് മുസല്ല എടുത്ത് ഫ്രണ്ടിൽ വെച്ച് 14 ഇഞ്ച് ടിവിയുടെ ഫ്രണ്ടിൽ പോയി റിമോട്ടും എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതുൽ ഇഅ്തികാഫ ഇലാ അമാമി ഹാദൽ ടിവി ഇലാ നിഹായത്തി ഐഡിയ സ്റ്റാർ സിംഗർ അൽഹംദുലില്ലാഹ്. ഒരൊറ്റയിരിപ്പ്. അതുവരെ എന്തോ ഒരു മൊഞ്ച. അതിന് ഭർത്താവ് വീട്ടിൽ ഇരിക്കണ സമയത്തുണ്ടാ ഒരു ഭാര്യ യഥാർത്ഥത്തിൽ, ഞാനിതൊക്കെ ഒരു കുടുംബജീവിതം പറയുമ്പോൾ അതിന്റെ ഒത്തിരി വശങ്ങളിലേക്ക് പോകണം, നമ്മുടെ ഒരു പൊതു സ്റ്റേജിൽ പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവ് വേറൊന്നിനെ കുറിച്ച് ആഗ്രഹിക്കാതെ ആ ഭർത്താവിനെ തനിക്ക് അള്ളാഹു തന്ന സൗന്ദര്യം കൊണ്ട് കാത്തു സൂക്ഷിക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് കുടുംബജീവിതമൊക്കെ പറയും. കബീർ ഉസ്താദ് അതൊക്കെ പറഞ്ഞു എന്നൊക്കെ നാളെ പറയും. അതുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് കാര്യങ്ങളിലോട്ട് കടക്കുകയാണ്. പിന്നെ രണ്ടാമത് പെർഫ്യൂം പൂശ എപ്പോ അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിയിട്ട് നിൽക്കും. നിസ്കരിക്കാൻ നിൽക്കുമ്പോ അത്ര പൂശിയിട്ട് നിൽക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആൻ റസൂലുള്ള പറഞ്ഞു, നിന്റെ വസ്ത്രധാരണത്തിൽ പോലും നീ ശ്രദ്ധ പുലർത്തണം. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ വസ്ത്രം ധരിച്ചാളെ വിചാരത്തിന്റെ കുറ്റമാണ്. മൂന്നാമത്തേതാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തബറജ്ന തബറജൽ ജാഹിലിയ്യത്തിൽ ഉലാ. ജാഹിലിയ കാലഘട്ടത്തില് പെണ്ണുങ്ങൾ അടിഞ്ഞാടി നടന്നതുപോലെ പെണ്ണെ നീ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടുള്ളതല്ല. ജാഹിലിയ കാലഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂല് കടന്നു വരുമ്പോ കാലഘട്ടത്തില് പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ പെണ്ണെ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത്. അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ നമ്മൾ കേട്ടിട്ടില്ലേ? പെരുന്നാളിന് ദിനം തന്നിൽ തകർനാടും ബിംബമേ, തകർനാടും ബിംബമേ. പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ വിഗ്രഹങ്ങളുടെ ചുറ്റും വന്നിട്ട് ഉടുതുണി വലിച്ചെറിയുന്ന അവസ്ഥയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, നിന്റെ വസ്ത്രവിധാരണത്തിൽ ശ്രദ്ധിക്കണേ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരൊറ്റ സഹോദരിമാരോട് പറയുകയാണ്. അറിയുമല്ലോ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ മിഅ്റാജിന്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റസൂലുള്ളാഹിനെ കാണാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ വീട്ടിലെത്തുമ്പോൾ ഒരു വല്ലാത്ത പൊട്ടിക്കരച്ചിൽ കേൾക്കാം. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് പൊട്ടിക്കരയുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്രേ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്. എന്റെ മാതാവിനെക്കാളും എന്റെ പിതാവിനെക്കാളും ഞാൻ സ്നേഹിച്ച നബിയെ, മല്ലദീ അബ്കാക യാ റസൂലല്ലാഹ്, എന്താ നബിയെ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? റസൂലുള്ള പറയുന്നു, അലിയെ എങ്ങനെയാണ് കരയാതിരിക്കുക? ഇന്നലെ പാതിരാത്രി ഉമ്മഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ജിബ്രീൽ വന്നിട്ട് എന്നെ മിഅ്റാജിന്റെ യാത്ര കൊണ്ടുപോയി. സപ്തവാനങ്ങളും താണ്ടി കിടന്ന് അള്ളാന്റെ മുമ്പിലെത്തി. അവിടെ ചെന്ന് ഞാൻ ഇത്തലഅ്തുൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും കണ്ടുപോയി അലിയേ. ഇത്തലഅ്തു ഫിൽ ജന്നതി അക്സറു മിൻ ഉമ്മതി അൽ ഫുഖറാ. ഞാൻ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പാവങ്ങളെയാണ് അലിയേ. ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവങ്ങളില്ലേ. തന്റെ ഭാര്യ ഓപ്പറേഷന് കൊണ്ടുപോയി ലേബർ റൂമിൽ കയറ്റുമ്പോ കെട്ടിവെക്കാൻ പൈസ ഇല്ലാതെ തൊട്ടടുത്ത വെട്ടിപുരുഷ തമ്പുരാക്കന്മാരുടെ അടുക്കൽ വന്ന് മുതലാളി 1000 രൂപ കടം വേണമെന്ന് ചോദിക്കുമ്പോ എന്തുണ്ടടാ പകരം ഈട് വെക്കാനെന്ന് ചോദിച്ചിട്ടൊന്നുമില്ലാത്തവൻ പാവപ്പെട്ടവൻ കൈമലത്ത് നിൽക്കുമ്പോ അവന്റെ കുടിലിന്റെ ഉള്ളിൽ ചെന്നിട്ടവൻ വെള്ളം കോരാൻ വെച്ചിരിക്കുന്ന ചെമ്പുകലം പോലും പലിശയുടെ പേര് പറഞ്ഞ് ഈടുമായി കൊണ്ടുവന്ന് വെച്ചിട്ട് 1000-ന് 100
വെച്ച് വട്ടിപ്പലിശ മേടിക്കുന്ന പെട്ടിപുരുഷ തമ്പുരാക്കന്മാർ അവരെ നാളെ നരകത്തിന്റെ വിത്താണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാന്റെ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, ഞാൻ സ്വർഗ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെ എന്നറിയോ? ഇത്തലഅ്തു ഫിന്നാരി അക്സറു മിൻ ഉമ്മത്തി അന്നിസാ. നരകത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികളെയാണല്ലേ. സ്ത്രീകൾ മുഴുവനും നരകത്തിൽ നിറഞ്ഞു നിൽക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്റെ ശബ്ദം കേൾക്കാൻ കണ്ടുകുടിയിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഓരോ മാതാപിതാക്കളോട്, രാവിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുടി 2 ഭാഗത്തും വാലിട്ട് കെട്ടി തലയിൽ തുണിയിടാതെ മക്കളെ പ്രായപൂർത്തിയാകാത്ത വായ മക്കളെ പറച്ചുവിടുന്ന ഓരോ മാതാപിതാക്കളും കേട്ടുകൊള്ളുക. വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു പെങ്ങള്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു പെണ്ണിനെ കണ്ടു. യദ്ഖുലു ഫീ ഫമിഹാ അന്നാർ വയഖ്റുജു ഫീ ദുബരിഹാ വയലി ദിമാഉഹാ യദ്ഖുലു ഫീ ഫമിഹാ അന്നാർ. ആ പെണ്ണിന്റെ പിളർക്കപ്പെട്ട വായിലൂടെ നരകത്തിന്റെ തീനാളങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയാ. നരകത്തിന്റെ തീനാളങ്ങൾ ആ പെണ്ണിന്റെ വായിലൂടെ പ്രവേശിക്കുകയാ. വായിലൂടെ പ്രവേശിച്ച നരകത്തിന്റെ തീനാളങ്ങൾ അതാ വയഖ്റുജു ഫീ ദുബരിഹാ, അവളുടെ പൃഷ്ഠഭാഗത്തൂടെ വെളിയിലോട്ട് പോവുകയാ. വായിലൂടെ കയറിയിട്ട് മലദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന തീനാളങ്ങൾ ഓ തീയുടെ ചൂട് കാരണത്താൽ വയലി ദിമാഉഹാ, അവളുടെ തല 2ആയി പൊട്ടിപ്പിളന്നിട്ട് ആ തലക്കുള്ളിൽ കിടക്കുന്ന തലച്ചോറ് മുഴുവനും നുരയും പതയുമായിട്ട് വെളിയിലോട്ട് ഒഴുകുകയാ. വൽ മലായികത്തു യസ്ബൂനൽ ഹമീമ അലാ റഅസിഹാ, മലക്കുകൾ തിളച്ചു മറിയുന്ന ചീഞ്ചലം അവളുടെ മുഖത്തോട്ട് കോരിയൊടുക്കുമ്പോ അവളുടെ മുഖത്തെ മാംസം മുഴുവനും ഉരുകി ഉരുകി താടോട്ട് വീണിട്ട് എല്ലുകൾ മാത്രം പ്രത്യക്ഷപ്പെടുകയാ. മലക്കുകൾ കയ്യിലിരിക്കുന്ന ദണ്ടുകൊണ്ട് അവളെ ആഞ്ഞു പ്രഹരിക്കുകയാ. റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. വായിലൂടെ കയറിയ തീനാളങ്ങൾ പൃഷ്ഠഭാഗത്തൂടെ വെളിയിലോട്ട് പോകുമ്പോ റസൂലുള്ളാഹി ചോദിച്ചു, ജിബ്രീൽ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ പെണ്ണിനെ ഇത്രയേറെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഖുർആനിലെ സ്ത്രീയുടെ ആദ്യ ഭാഗം മാത്രം ഞാൻ പറയുമ്പോൾ ഓർത്തുകൊണ്ടിന്ന് തിരിച്ചു പോകണേ. ആ റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറയുന്ന, നബിയേ ആ പെണ്ണ് ചെയ്ത തെറ്റെന്താന്നറിയുമോ? എന്ത് തെറ്റാ ചെയ്തേ? പെണ്ണുങ്ങയാ തെന്ന് ചെയ്തു പോയത്. അവള് വ്യഭിചരിച്ച പെണ്ണല്ല, അവള് മോഷ്ടിച്ച പെണ്ണുമല്ല, അവള് പലിശ മേടിച്ച പെണ്ണുമല്ല. പിന്നെ ആ പെണ്ണ് ചെയ്ത ഒരേ ഒരു തെറ്റെന്താന്നറിയുമോ? റസൂലുള്ളാഹിയോട് ജിബ്രീൽ പറയുകയാണ്, നബിയേ അല്ലതീ ലാ തസ്തുറു ശഅറഹാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ പെണ്ണന്മാരോർത്തുകൊള്ളണേ, നബിയേ ആ പെണ്ണ് ചെയ്ത തെറ്റെന്താന്നറിയുമോ? അല്ലതീ ലാ തസ്തുറു ശഅറഹാ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തലമറക്കാത്ത പെണ്ണാണ് നബിയെ, തലമറക്കാത്ത പെണ്ണാണ്, തലമറക്കാത്ത പെണ്ണാ. ഏ പെണ്ണെ, കേവലം തലമറക്കാത്ത പെണ്ണിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുന്ന, വെളിയിലൂടെ മനുഷ്യനെ മയക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കുന്ന, സൗന്ദര്യം മുഴുവനും മേനിൽ കാട്ടി നടക്കുന്ന പെങ്ങള്, കൂടുതൽ ഞാൻ പറയണ്ടല്ലോ. നരകത്തിന്റെ തീ നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ നരകത്തിന്റെ തീ എന്താന്ന് നിനക്കറിയുമോ പെങ്ങള്? 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത്. ആ വെള്ളം തിളക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, നരകത്തിന്റെ ചൂടെന്താന്നറിയുമോ? അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വഖൂദുഹന്നാസു വൽ ഹിജാറ, വഖൂദുഹന്നാസു വൽ ഹിജാറ. നാളെ നരകത്തിൽ വിറകിന് പകരം അള്ളാഹു ഉപയോഗിക്കുന്നത് കല്ലുകളെയാ. വിറകിന് പകരം നമ്മൾ വിറകിന് തീ കൊടുക്കുന്നത് പോലെ കല്ലിലാണ് നരകത്തിൽ തീ കൊടുക്കുക. മക്കളെ, നരകത്തിൽ കല്ലിന് തീ കൊടുക്കണമെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ, ഈ കിടക്കുന്ന കരിങ്കല്ല് ഇവിടെ ഏതെങ്കിലും തീയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചു തരാമോ? ഈ കല്ലിലൊന്ന് തീ പിടിച്ചിട്ട് തരാമോ? കാരണം ദുനിയാവിലെ തീ കൊണ്ട് കല്ലിന് തീ പിടിക്കില്ല. കല്ലിന് തീ പിടിക്കണമെങ്കിൽ, പ്ലാറ്റിനത്തിന് തീ പിടിക്കണമെങ്കിൽ 900 ഡിഗ്രി സെൽഷ്യസ് വേണം. സ്വർണത്തിന് തീ
പിടിക്കണമെങ്കിൽ 800 ഡിഗ്രി സെൽഷ്യസ് വേണം. പക്ഷേ കല്ലിന് തീ പിടിക്കണമെങ്കിൽ 1.5 ലക്ഷം കോടി സെൽഷ്യസിലെ കല്ലിന് തീ പിടിക്കൂ. ഇല്ല 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസിലെ കല്ലിന് തീ പിടിക്കൂ എങ്കിൽ ആ കല്ലാണ് നരകത്തിലെ വിറക് കൊള്ളിയെങ്കിൽ എന്റെ പെങ്ങളെ സഹിക്കാൻ കഴിയോ? 100 ഡിഗ്രി സെൽഷ്യസിലെ പറയുന്ന ഒരു വെള്ളം നീ ഒന്ന് തൊടാൻ പറ്റാറ് ആ വെള്ളം തിളയ്ക്കുന്ന പാത്രത്തിന്റെ വക്കിലൊന്ന് പിടിക്കാ ഒരു തുണിയെടുത്തിട്ട് 8ആയിട്ട് മടക്കിയിട്ട് സൂക്ഷ്മതയോടെ പിടിക്കുന്ന പെങ്ങള് ഏറ്റവും കൂടുതൽ തീ കൈകാര്യം ചെയ്യുന്നവളല്ലേ? നരകത്തിലെ തീ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞു ഈ ദുനിയാവിലെ തീയുടെ 70 ഇരട്ടി കാഠിന്യമാണ് നരകത്തിലെ തീക്ക്. വല്ലാതെ കാഠിന്യമുള്ള ഇരുമ്പ് പോലും ഭസ്മമാക്കി താഴേക്ക് വീടുന്ന തീയാ നമ്മുടെ തീയെങ്കിൽ അതിനേക്കാൾ 70 ഇരട്ടി വലിപ്പമുള്ള ശക്തിയുള്ള തീയിലേക്ക് നിന്റെ ശരീരം അങ്ങ് വെച്ചു കൊടുക്കുമ്പോ തലമറക്കാത്ത പെണ്ണിന് നാളെ സ്വർഗ നരകത്തിലെ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നിനക്ക് ആർഭാടത്തോടെ നടക്കണോ? അതല്ല നാളെ സ്വർഗത്തിലെത്തണോ? എന്റെ സഹോദരങ്ങളെ, പുരുഷ ഗസരികളെ, നാളെ നരകത്തിലെത്തണോ? നാളെ നരകത്തിന്റെ തീ പടർന്ന് കയറണോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? നരകത്തിന്റെ തീയിൽ നരകത്തിൽ കുടിക്കാനൊരു വെള്ളം തരും. വയുസ്കൗന മിർ റഹീഖിൻ മഖ്തൂം. നരകമെന്ന് കേട്ടുകൊള്ളുക ഒരൽപ്പനേരം. അള്ളാഹു നരകത്തിൽ കുടിക്കാൻ തരുന്ന വെള്ളം എന്താണെന്നറിയുമോ? ഫസാരിബൂന അലൈഹി മിനൽ ഹമീം. തിളച്ചു മറിയുന്ന ഹമീം എന്ന് പറയുന്ന ചീഞ്ചൽ അത് കുടിക്കാൻ വേണ്ടി മുഖത്തോട്ടടിപ്പിക്കുമ്പോ അതിന്റെ ചൂട് കാരണത്താൽ കുടിക്കാൻ കഴിയാതെ പെടയുമ്പോ ദാഹകാരണത്താൽ നരകവാസികളെ ഹമീം കുടിച്ചു പോകും. കുടിക്കുന്ന സമയത്ത് അവരുടെ വയറ്റിലേക്ക് ഹമീം എന്ന് പറയുന്ന തിളച്ചു മറിയുന്ന ചീഞ്ചലം ഇറങ്ങുമ്പോ ശരീരത്തിനകത്തുള്ള വൻകുടലും മറ്റടക്കമുള്ള സർവ്വതും കത്തിക്കരിഞ്ഞ് അള്ളാന്റെ ഖുർആൻ പറയുന്നു കൽ മുഹിനി യഗ്ലീ ഫിൽ ബുതൂൻ. അവന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള കൊടല് മുഴുവന് കരിഞ്ഞ് ചാമ്പലായി. കൽമുഹിലി എണ്ണക്കീടം പോലെ അവന്റെ 2 കാലുകളുടെ ഇടയിൽ മലദ്വാരത്തിലൂടെ വെളിയിലോട്ടിറങ്ങും. ടാർ ഉരുകി ഒലിക്കുന്ന ടാറ് താഴേക്ക് വീഴുന്നത് പോലെ അത് ടാറ് പോലെ ഒലിച്ചവന്റെ കൊടല് ഒലിച്ച് താഴേക്ക് ഇറങ്ങുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. സഹിക്കാൻ കഴിയോ സഹോദരങ്ങള്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഫമാ അസ്ബറഹും അലന്നാർ. അള്ളാന്റെ നരകത്തെ തൊട്ട് ക്ഷമിക്കാൻ കഴിയോ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഒരു കാര്യം കൂടി പറയുന്നതിന് മുമ്പ് ഈ പ്രൗഢഗംഭീരമായ സദസ്സില് വിനീതനായ അഹമ്മദ് കബീർ ബാക്കവിയുടെ പ്രഭാഷണം കേൾക്കാൻ താല്പര്യത്തോടെ എത്തിയ തിങ്ങി നിറഞ്ഞ എന്റെ പുരുഷാരത്തോട് ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ. ജീവിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. പെങ്ങളെ, നിങ്ങളും സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിന് വേണ്ടി ജീവിക്കണം. സ്വർഗമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അറിയുമല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഉത്തരാധികാരിയാണ്. ലികുല്ലി നബിയ്യിൻ റഫീഖും ഫിൽ ജന്ന വറഫീഖി ഫിഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എനിക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരൻ ആരെന്നറിയുമോ? വറഫീഖി ഫിഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. സ്വർഗത്തിലെ കൂട്ടുകാരൻ ഈ നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കൈ ചൂണ്ടിക്കാണിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കുറെ ആളുകൾ മുഴുവനും വട്ടം കൂടി.
കൊട്ടാരത്തിലിരുന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മുസല്ലയിലിരിക്കുമ്പോ എതിരാളികൾ കൊട്ടാരത്തിന്റെ വാതിലൂരി പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഉപരോധം ഏർപ്പെടുത്തി. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ കൊട്ടാരത്തിന്റെ അകത്തേക്ക്, വീടിന്റെ അകത്തേക്ക് വെള്ളം പോലും കയറ്റി വിടുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭാര്യയും മക്കളും ദിവസങ്ങളോളമായി പട്ടിണിയിലാണ്. ആളുകൾ ഊരിപ്പിടിച്ച വാളുമായി കാത്തിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് നോമ്പാണ്. രാവിലെ ദിവസങ്ങളായി പട്ടിണി കിടന്നിട്ട് സുന്നത്ത് നോമ്പ് വിട്ടിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ സുന്നത്ത് നോമ്പ് പിടിച്ചിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ തൊണ്ട വരളുകയാണ്. ജീവിതത്തിൽ ശരീരം മുഴുവനും ബലം നഷ്ടപ്പെടുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുന്നത്ത് നോമ്പ് പിടിച്ച് അവസാനം അസർ നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ കിടന്ന് തളർന്നുറങ്ങിപ്പോയി. പട്ടിണി കാരണത്താൽ സാധാരണ നോമ്പ് പിടിച്ചാൽ ഏറ്റവും കൂടുതൽ ക്ഷീണം അസർ കഴിയുമ്പോഴാണ്. ആ ഉറക്കത്തിൽ മയങ്ങിക്കിടക്കുമ്പോ നോമ്പ് തുറക്കാൻ ഒരു തുള്ളി പച്ചവെള്ളം വീട്ടിലില്ല. എല്ലാ ശത്രുക്കളും മുഴുവനും ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അസർ കഴിഞ്ഞ മുസല്ലയിൽ കിടന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നം കാണുന്നതെന്നറിയോ? അല്ലാഹു എനിക്കും നിങ്ങൾക്കും മരിക്കുന്നതിന് മുമ്പ് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആദരവായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണുകയാണ്. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? നമ്മൾ എത്രയോ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇതേവരെ നമുക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിന്റെ പൂമുഖം ഒന്ന് കാണാൻ. മുഹമ്മദ് കി സീരത്ത് മുഹമ്മദ് കി ബാത്തേ സുനെ ഔർ സുനായേ യെ ജി ചാഹതാ ഹേ മദീന കോ ജായേ യെ ജി ചാഹതാ ഹേ മുഖദ്ദർ ബനായേ യെ ജി ചാഹതാ ഹേ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. എത്രയോ കനവുകൾ കണ്ടിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിയുടെ സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ മുഖമൊന്ന് കാണാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കാണുന്ന റസൂലുള്ളാഹിയെ. എവിടെയാണ് റസൂലുള്ളാഹി? സ്വർഗ്ഗത്തിലിരിക്കുകയാണ്. വലതുഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇടതുഭാഗത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവര് മൂന്നുപേരും കൂടി സ്വർഗ്ഗത്തിന്റെ വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കുന്നു, ഉസ്മാൻ, ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ തൊണ്ട വരളുന്ന ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് നബിയേ, തൊണ്ട വരളുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ഉസ്മാൻ, ഉസ്മാൻ ഞങ്ങളുടെ കൂടെ വരുന്ന ഉസ്മാൻ, അതല്ല ദുനിയാവിൽ തന്നെ ഇനിയും താമസിക്കുന്നു, അതല്ല ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്ന ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ മറുപടി പറയുന്നു, നബിയേ, ഞാനും വരുന്നു നബിയേ, അങ്ങയുടെ അടുത്തിരുന്ന് ഭക്ഷണം കുടിക്കാൻ ഞാൻ വരുന്നു നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു, ഉസ്മാൻ, നോമ്പ് തുറക്കാൻ ഒന്നുമില്ല? ഇല്ല നബിയേ. അതാ പള്ളിയിൽ മഗ്രിബിന്റെ ബാങ്ക് മുടങ്ങുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുസല്ലയിൽ തളർന്നു കിടക്കുന്നു. ആ കനവിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി തന്റെ കൈ നീട്ടി. ആ കൈയിൽ നിന്ന് സ്വർഗത്തിന്റെ ജലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലേക്ക് ഇട്ടിട്ടിറങ്ങി. സഹോദരങ്ങളെ, എതിരാളികൾ ചുറ്റുഭാഗം പ്രതിസന്ധികൾ നിൽക്കുമ്പോ കിടന്ന കിടപ്പിൽ സ്വർഗത്തിന്റെ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറന്ന് ഈ ഭൂമിയിൽ ജീവിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്കും ആ ഭാഗ്യം നൽകട്ടെ. ഇത്രയും വലിയ ഭാഗ്യം കിട്ടാൻ അവരൊക്കെ എന്ത് പറഞ്ഞാലും സ്വർഗത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അവസാനത്തെ ചരിത്രം പറയുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രതിഫലം ഏതാണെന്നറിയുമോ? എങ്ങനെയാണ് ഭൂമിയിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിന്റെ വെള്ളം കിട്ടിയതെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴൊക്കെ ദീനിന് വേണ്ടി ആവശ്യം വന്ന് സദക്ക ചോദിക്കും. റസൂലുള്ള സഹാബത്തിനോട് ചോദിക്കും, ദീനിന് വേണ്ടി ആവശ്യം വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു സദക്ക ചെയ്യാൻ
ഞാൻ ആരുണ്ട് ഈ കൂട്ടത്തിലെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് ആദ്യം ചാടി എഴുന്നേൽക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. എന്നിട്ട് പറയും, നബിയേ അനയാ റസൂലല്ലാ, ഞാൻ തരാ നബിയെ, മദീനയിലെ ഒരുമാതിരി സാമ്പത്തികമുള്ള മനുഷ്യനാണ്, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയം സഹാബാക്കളുടെ തൊണ്ട വരളുകയാണ്, വെള്ളം കുടിക്കാനില്ലാതെ മരുഭൂമിയിലൂടെ നടന്ന സഹാബത്തൊരു കിണർ കണ്ടു. സഹാബത്ത് ഓടിച്ചെന്നൊരു തുള്ളി വെള്ളം കോരാൻ പോയപ്പോ കിണറിന്റെ ഉടമസ്ഥൻ യഹൂദി വന്നിട്ട് പറഞ്ഞു, ഇല്ല തരില്ല, ഇത് നിങ്ങൾക്ക് വെള്ളം തരില്ല. മുമ്പിൽ കിണറ്റിൽ വെള്ളം കിടക്കുകയാണ്, തൊണ്ടവരണ്ട് സഹാബത്ത് നിൽക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു യഹൂദിയോട് ചോദിച്ചു, ഈ കിണറിന് എത്ര വില തരണം? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സഹാബത്തിന് വെള്ളം കുടിപ്പിക്കാൻ ഈ കിണർ ആര് വാങ്ങിച്ചിട്ട് സദഖ ചെയ്യുമോ അവന് നാളെ ഞാൻ സ്വർഗത്തിലെ ഹൗദുൽ കൗസർ തരാമെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒന്നും ചിന്തിച്ചില്ല, ചാടി വന്നു യഹൂദിയോട് ചോദിച്ചു, ഈ കിണറിന്റെ വില എത്രയാണ്? യഹൂദി തക്കം നോക്കിയിട്ട് 10 ഇരട്ടി വിലയാണ് പറഞ്ഞത്. ആ വില സ്വർണ്ണ നാണയം അപ്പോൾ തന്നെ കയ്യിൽ കൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തെ കുടിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്മാൻ, ഏ ഉസ്മാൻ, നീ എന്റെ സ്വർഗത്തിന്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ. എപ്പോൾ പറഞ്ഞാലും ഒന്നും ചിന്തിക്കില്ല. അള്ളാഹുവിന്റെ നബിയെ ഞാൻ തരാം നബിയെ എന്ന് പറയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാഹ്, ബാക്കി കാര്യം പറയുന്നതിന് മുമ്പ്